ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഹീറോയും ജങ്കുക്കിന് ബേബി പാർക്ക് വരുന്നു. ഡാഡി എന്താ ഡാഡിയോട് പറഞ്ഞോ? ഓ, ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടോ? ഡാഡിയാ അങ്ങോട്ട് നോക്ക്. നിങ്ങളെന്താ രണ്ടുപേരും ഒരുപോലെ മാച്ച് ഡ്രസ്സ് ഇട്ടിട്ട് വന്നത്? ആ, അതെ അതെ, മാച്ചിങ് മാച്ചിങ്. ഞങ്ങൾ രണ്ടുപേരും ഡാഡി മോനില്ലേ, അതുകൊണ്ട് മാച്ചിന്. അണ്ണാൻ കുഞ്ഞ് വന്നു. അണ്ണാൻ കുഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് വന്നു. അണ്ണാൻ കുഞ്ഞ് അതുകൊണ്ട് ജങ്കുക്കും എൻ്റെ ബേബി ബാഗുമായി നോക്കുന്നു. ഹീറോ ഷോക്കായി. എന്തിടാ ഇത് ലുക്ക്? ഞാൻ കാണുന്നുണ്ട്, എങ്ങനെയുണ്ട്? ഓവർ ഓവർ. അങ്ങനെ അണ്ണാൻ കുഞ്ഞും രണ്ടുപേരും ഫുൾ ഫാമിലി മതി എല്ലാവരും പോയി. അണ്ണാൻ കുഞ്ഞ് ബേബി, അതെ, അണ്ണാൻ ജങ്കുക്കിൻ്റെ മോന് അണ്ണാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കാറിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പോവായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ നിപ്പിച്ച്, എന്ത് പറ്റി സർ, ഒരു പ്രശ്നമുണ്ട്? അങ്ങനെ ആര് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അണ്ണാൻ കുഞ്ഞും മോനെ ഒരുമാതിരി നോക്കുക പോലീസിനെ. അണ്ണാൻ കുഞ്ഞ് പറയാൻ തുടങ്ങി, ഇത് ഒരു മാതിരിയായിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അണ്ണാൻ കുഞ്ഞിക്ക് മനസ്സിലായി. അണ്ണാൻ കുഞ്ഞ് പറയാൻ തുടങ്ങി, ഒരു മിനിറ്റ്. അണ്ണാൻ കുഞ്ഞ് എന്ത് ചെയ്തു പറഞ്ഞാൽ, ഇവൻ്റെ ഫോട്ടോ എടുക്കണം. എങ്ങനെ? അണ്ണാൻ കുഞ്ഞ് പറയാൻ തുടങ്ങി, ഇവനെ വീഡിയോ എടുത്തോ? ശരി, ഓക്കെ. അണ്ണാൻ കുഞ്ഞ് അവൻ്റെ വീഡിയോ എടുത്തു. ശരി, ഓക്കെ. വീഡിയോ എടുത്ത് അണ്ണാൻ കുഞ്ഞ് ഫോൺ കൊടുത്ത്, ഹീറോയിൻ്റെ ഫോൺ എടുത്ത് അതിൽ വീഡിയോ ചെയ്തു. അതിപ്പോൾ പോസ്റ്റ് ചെയ്തു. ഒരു മിനിറ്റ്. പോസ്റ്റ് ചെയ്ത് കുറച്ച് പോലീസ് വന്നു. പോലീസ് വന്നു ഇങ്ങനെ പൈസ, എനിക്ക് ഇത്ര പൈസ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ഇങ്ങനെ കൈ വെച്ചു. വിടിടാ, ഞാൻ കുറച്ച് പൈസ മേങ്ങിയോളേ. തിരിഞ്ഞു വെക്കുമ്പോൾ പോലീസ് വന്നായിരുന്നു. അതുകൊണ്ട് അവർ പേടിച്ച് ഓടിപ്പോയി. അണ്ണൻ ജങ്കുക്ക് ഷോക്കായി. എന്താ നീ എങ്ങനെ കണ്ടുപിടിച്ച? ഇവന് പോലീസാ, ഇത് ഫേക്ക്, ഇത് ഒറിജിനല്ല പോലീസ്, അങ്ങനെ പറഞ്ഞു അണ്ണൻ കഴിഞ്ഞ്. ജങ്കുക്ക് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അണ്ണൻ കുഞ്ഞ്. അങ്ങനെ രണ്ടുപേരും പാർക്ക് പോയായിരുന്നു. അങ്ങനെ പാർക്ക് നോക്കുക, പാർക്ക് ബന്ദ്. എന്ത് പാർക്ക് ബന്ധാ? സോറി സാർ, ഇന്ന് പാർക്ക് ബന്ദ് സാർ, ഇന്ന് പാർക്കില്ല. ഇപ്പം എന്ത് ചെയ്യുക? അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആൾച്ചക്കിരിക്കുമ്പോൾ അങ്ങനെയായിട്ട് ഒരു പാർക്ക്, അങ്ങനെയായിട്ട് ഹീറോയും എന്ത് ചെയ്യാനും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെയായിട്ട് പാർക്കൊക്കെ പോവാം. ഇങ്ങനെ അണ്ണൻ ഹീറോയിൻ്റെ ബേബി പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഡാഡി, ഞാനൊരു പാർക്ക് പറയാം, ആ പാർക്ക് പോവാം. മോനെ, ആ പാർക്ക് പോകാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഡാഡി, അവിടേക്ക് പോയിട്ട് വരാം. അവിടെ കടൽ അത് ഇതെല്ലാം ഉണ്ട് മോനെ, അവിടേക്ക് വേണ്ട. ഡാഡി പ്ലീസ് ഡാഡി, അത് കാടാണ്, മോശമില്ല ഡാഡി, പ്ലീസ് ഡാഡ്. ശരിടാ, പോയിട്ട് വരാം. അങ്ങനെ എല്ലാവരും അവിടേക്ക് പോയി. അപ്പം നമുക്ക് ഹീറോയിൻ എൻട്രിക്ക് പോവാം. അതെ, അണ്ണൻ കുഞ്ഞിൻ്റെ പേരെന്ന് കണ്ടുപിടിക്കും. നമുക്ക് പോവാം. ഇതിലെ ഹീറോയിൻ മാതിരി അണ്ണൻ ഹീറോയിൻ. അതെ, അണ്ണൻ്റെ പേരാണ്. ഓക്കെ, ഹീറോയിൻ അല്ല, അണ്ണൻ്റെ പേരെന്ന് നോക്കാം. അണ്ണൻ്റെ പ്ലെയർ അവിടെ ഒരു ബാക്കിയായിരുന്നു. അതൊരു പിങ്ക് കളറായിട്ടുണ്ട് അണ്ണാൻ. അതിലൊരു ഡോക്ടർ, ഒരു സൈക്കോമാതിരിയാണ് അണ്ണാൻ വെച്ചിട്ട്. നിന്നെ ആരായിച്ച് ചെയ്യുക, നിന്നെ കളർഫുൾ ചെയ്യുക ഒരു സൈക്കോമോ ഡോക്ടറാണ്, സൈക്കോമോരിയോ ഡോക്ടർ. ആ ഡോക്ടർ ഒരു നിറയെ പെട്ടിന് വെച്ചിട്ട് പാവം മണ്ടത്തരം എന്തെല്ലാം ചെയ്ത് വെച്ചായിരുന്നു. അണ്ണാൻ കുഞ്ഞ് ഭയങ്കര സാഡായിരുന്നു. എന്നെ ആരും രക്ഷിക്കില്ലേ എന്നൊക്കെ അറിയായിരുന്നു. അങ്ങനെ ആയിട്ട് ആ സൈക്കോ ഡോക്ടറിനെ കുറച്ച് പോലീസ് വന്ന് പിടിച്ചു. അങ്ങനെ പോലീസ് പിടിക്കാതെ കിട്ടാതെ അങ്ങനെ ആ സൈക്കോനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ സൈക്കോനെ കൊണ്ടുപോയിട്ടു. അങ്ങനെ ആ സൈക്കോനെ കൊണ്ട് നിറയെ പെട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പോലീസ് അയച്ചു വിട്ടായിരുന്നു. എല്ലാം പെട്ട് ഓടിപ്പോയി. അണ്ണാൻ പെട്ട് അവിടുന്ന് മയങ്ങി വീണു അവിടെ. ഞാനായിട്ട് അണ്ണൻ കുഞ്ഞ് ഇങ്ങനെ ജോളിയായിട്ട് പാട്ട് പാടി വരായിരുന്നു. അപ്പോൾ ഒരു അണ്ണൻ കുഞ്ഞിനെ കണ്ടു. അവൻ ദൂരത്തിൽ എന്തോ വീണിട്ടുണ്ട് അണ്ണൻ കുഞ്ഞിക്ക് മനസ്സിലായി. അണ്ണൻ കുഞ്ഞ് നടന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഒരു അണ്ണൻ കുഞ്ഞ്, ഇതെന്താ കളർഫുൾ അണ്ണൻ ബേബി എവിടെയുള്ളത്? ലക്കി ബേബി എവിടെയാണ് ഉള്ളത്? ഓടി വന്ന് പറയാൻ തുടങ്ങി. ഇവിടെ നോക്കൂ. ഹീറോയി ഓടി വന്ന് നോക്ക്. ഇതെന്താ സാധനം? ഇതെന്താ ഫുൾ കളർ ഇങ്ങനെ? ഹീറോയി എടുത്തോണ്ട് പെട്ടിനെടുത്തോണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം, ലേറ്റായി. അങ്ങനെ ഹീറോയി എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹീറോയിൻ്റെ ഡാഡീൻ്റെ ഒരു ലാബ് വെളിയിലുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നു. ഡാഡി ഇങ്ങോട്ട് വാ. എന്തിനു മോളെ, കുറച്ച് മറിയതിൽ ഉറങ്ങാൻ വിടും. ഡാഡി വാടാ ഡാഡി, എന്തിനു ഉറങ്ങുന്നേ? വാ അമ്മ വന്ന്. എന്ത് പറ്റി? അമ്മ വാ. ഈ ഡാഡി ഒരു ലൂസ് ഡാഡി, ഉറങ്ങണ്ട, വാ. ഒരു പ്രശ്നം ഡാഡി. അണ്ണൻ കുഞ്ഞിക്ക് ബ്ലോവുള്ള എൻ്റെ അണ്ണൻ കുട്ടിക്ക് എന്ത് പ്രശ്നവും? ഞാൻ വന്നു, എല്ലാ സാധനം ബോക്സ് ഇട്ട് ഒറ്റോടെ അവിടെ സാധനം ഉണ്ട്, ബാക്കി സാധനോടും ഉണ്ടായിരുന്നു അകത്ത്. എല്ലായിടത്തും ഓടി വന്ന് അണ്ണനെ കൊണ്ടിട്ട്, എൻ്റെ അണ്ണൻ കുഞ്ഞിക്ക് എന്തിൻ്റെ കളർ പിടിച്ചോ? ഡാഡി ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതേതൊരു അടുത്ത അണ്ണനും. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്ക് ഒന്നും മനസ്സിലായില്ല. ശരി, ഓക്കെ. അണ്ണൻ കണ്ണു തുറന്നു. ഇങ്ങനെ കണ്ണു വെച്ച് നോക്കാൻ തുടങ്ങി. ഒരു അണ്ണനെ കണ്ട് അണ്ണൻ കുഞ്ഞിക്ക് ഷാക്കായി. എന്ത് നീ അണ്ണാൻ പറയാൻ തുടങ്ങി. നീ ടെൻഷനൊക്കെ കണ്ട? അങ്ങനെ എൻ്റെ ലാംഗ്വേജിൽ പറയാൻ തുടങ്ങിയായിരുന്നു. അണ്ണാൻ കുഞ്ഞ്
അണ്ണൻ കുഞ്ഞ് പറയാൻ തുടങ്ങി. നടന്നു കയറി ഇത് കേട്ട് സാഡായിപ്പോയി. ഇതാണോ സംഭവിച്ചത്? എനിക്ക് കളർഫുൾ ചെയ്ത് അങ്ങനെ ഹീറോയിൻ അണ്ണൻ കുഞ്ഞ് നടന്ന കാര്യം പറയാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. ആ ദുഷ്ടൻ ഡോക്ടർ അവനെ വിടാൻ കഴിയില്ല, 4-5 കൊണ്ട് തൂക്കിക്കൊല്ലണം എന്ന് ഹീറോയുടെ ഡാഡി പറയാൻ തുടങ്ങി. ശരി ഓക്കെ. ഇങ്ങനെ അണ്ണൻ കുഞ്ഞിക്ക് ഇങ്ങനെ മെഡിസിൻ അത് ഇതെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അണ്ണൻ കുഞ്ഞിനെ ശരിയാക്കി. അങ്ങനെ അങ്കിൾ പറയാൻ തുടങ്ങി, ഹീറോയിൻ ഡാഡി പറയാൻ തുടങ്ങി, അണ്ണൻ നിൻ്റെ കളർ ചേഞ്ച് ആക്കാൻ ഇപ്പോൾ പറ്റില്ല, കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ നിൻ്റെ കളർ ചേഞ്ച് ആക്കാം എന്ന് അണ്ണൻ കുഞ്ഞോട് പറഞ്ഞു. അണ്ണൻ കുഞ്ഞു സാഡായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് അണ്ണൻ കുഞ്ഞി പറയാൻ തുടങ്ങിയെന്ന്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ ഒരു ഇത് വേണം, ഇങ്ങനത്തെ സാധനമാണ്, അതുണ്ടായി മാത്രം നിൻ്റെ ഇതിൽ ശരിയാക്കാൻ പോട്ടു. അണ്ണനക്ക് ഷോക്കായി. ഇതാ അണ്ണൻ ഓടിപ്പോയി. എന്താ ഡാഡി വാ ഇങ്ങോട്ട് വാ എന്ന് ഡാഡിനെ കയറി പോയിക്കോ, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു അതേ ഫ്ലവർ ഷോപ്പ്, അതേ ഫ്ലവർ ഗാർഡൻ, അങ്ങനെ ഫ്ലവർ ഇവിടെ ഉണ്ടോ? ഹീറോ ഡാഡി നോക്കി. അതേ ഫ്ലവർ അല്ലോ അത് ഡാഡി, ഇതേ ഫ്ലവർ. അങ്ങനെ ഹീറോ പറഞ്ഞത്, ഡാഡി ഇത് ഫസ്റ്റ് വരുമ്പോൾ അതേ ഫ്ലവർ. മോളെ ഈ ഫ്ലവർ ഇവിടെ ഉണ്ടോ? ഇത് നല്ല മെഡിസിനിക്കൽ നല്ല യൂസ്. അത് മാത്രമല്ല ഡാഡി പറയാൻ തുടങ്ങി, ഇല്ലെന്നറിയാം ഓക്കെ അണ്ണാൻ അത് മെഡിസിൻ ഉണ്ടാക്കി അണ്ണാൻ കൊടുത്തു, അതിൻ്റെ കുറച്ച് ഡേയ്സും കൊടുത്തു, പിന്നെ കുറച്ച് കളർ ചേഞ്ച് ആക്കി അണ്ണാൻ മതി ആയി മാറി. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ട് മാറി. അത് അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. രണ്ടുപേരും ജോളിയായിട്ട് എൻജോയ് ചെയ്ത് പാട്ട് ഡാൻസ് എല്ലാം അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അണ്ണൻ കുഞ്ഞ് നന്നായിട്ട് ഹീറോയിൻ ഡാഡി പറയാൻ തുടങ്ങി, മെഡിസിനൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെ ഹീറോയിൻ ഡാഡിയും ഞങ്ങൾ 2 പേരും പോയിട്ട് എടുത്തോണ്ട് വരാം. ഹീറോയിൻ പറയുന്നത് ഞാൻ വരാം, ജങ്കുക്ക് വരാം, ജങ്ക് ബേബി വരാം, ഞാൻ വരാം. അതെല്ലാവരും പോയിട്ട് നിറയെ സാധനം തൈകളെല്ലാം പോയിട്ട് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ പോയി എല്ലാ സാധനവും കൊണ്ടുവന്ന് തൈയെല്ലാം ഒരു ഗാർഡന് മാതിരി ചെയ്ത് വെച്ചു. അങ്ങനെ ഹീറോയിൻ രാത്രിയായിരുന്നു ഉറങ്ങായിരുന്നു. ഒരു കള്ളന് കരഞ്ഞാണ്. ഈ വീട്ടിൽ നിറയെ സ്വത്തും പണം ഉണ്ടാവും. കക്കന് കള്ളൻ വന്നു. അണ്ണൻ കുഞ്ഞ് ഒരു ആപ്പ് വെച്ചു. അതുകൊണ്ട് അണ്ണൻ കുഞ്ഞ് ആപ്പ് വെച്ച വേണ്ടി കള്ളൻ വന്നത്, കള്ളൻ തേനീച്ച വന്നു കള്ളമറില്ല തള്ളക്കള്ളുമറി തേനീച്ച കടിച്ചു വെച്ചു. അണ്ണൻ പറഞ്ഞ് തേനീച്ചരോട്. തേനീച്ച പറഞ്ഞു ശരി ഓക്കെ എന്ന് അണ്ണൻ കുഞ്ഞിക്ക് താങ്ക്സ് പറഞ്ഞു പോയി. അതെ അണ്ണൻ കുഞ്ഞി തേനീച്ചക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. നിങ്ങളിവർക്ക് ആരും പുറത്താക്കാൻ പാടില്ല, നിങ്ങളിവിടെ തേനീച്ച കൂടി കേട്ടോ. അങ്ങനെ അതിൽ തേനീച്ച റാണി പറഞ്ഞു ശരി ഓക്കെ എന്ന്. അങ്ങനെ നല്ല തേനീച്ചയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയതിന് തേനീച്ച പാട്ട് പാടി പോയി.